ശ്രീ പി എം നാരായണൻ കൂടി ഈ അവസരത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പി എം നാരായണൻ, ഇവിടെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ അങ്ങനെ ഒരു യോജിപ്പിന്റെ പാതയിലേക്ക് എത്തേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യയും ചൈനയും പല എതിർപ്പുകൾക്കും വിയോജിപ്പുകൾക്കും ഇടയിൽ യോജിച്ചു പോകാൻ തീരുമാനിക്കുന്നത് അമേരിക്കക്കെതിരായ പോരാട്ടത്തിൽ യോജിക്കുന്നു എന്ന നിലയിൽ തന്നെ നമ്മൾ കാണുന്നു. അപ്പോൾ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാഷ്ട്രങ്ങൾ അമേരിക്കൻ നയത്തിനെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ യോജിക്കുന്നത് ഈ ലോകക്രമത്തെ തന്നെ എങ്ങനെ മാറ്റിമറിക്കും എന്നതാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ലോകക്രമം വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ താരിഫ് എന്നത്, അല്ലെങ്കിൽ നികുതി. അതായത് അത് മൊത്തം ലോകത്തിന്റെ വ്യാപാര ബന്ധങ്ങളെ മുഴുവൻ അടിച്ചുടച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണം ലോകത്തെമ്പാടും വരുന്നത്. കഴിഞ്ഞ 10-40-50 വർഷത്തിനുള്ളിൽ ചരിത്രം നോക്കുകയാണെങ്കിൽ ലോകം ഒറ്റക്കെട്ടായി അമേരിക്കക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സംഭവം ഇതിനടുത്ത കാലത്തൊന്നും ഉണ്ടായില്ല. അമേരിക്കയുടെ അട്രോസിറ്റീസ് പല കാലത്തും പല ഭാഗത്തും തുടർന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്കക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് വളരെ അപൂർവമായി മാത്രം കണ്ടിട്ടുള്ള ഒരു വിശേഷമാണ്. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ലോകക്രമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അമേരിക്ക തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു ലോകക്രമത്തിനെ ആണ് അമേരിക്ക ഇപ്പോൾ തച്ചുടച്ചുകൊണ്ടിരിക്കുന്നത്. 90കളിലും അല്ലെങ്കിൽ 90കളുടെ തുടക്കത്തിലൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് GATT എന്ന് പറഞ്ഞ ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്, അല്ലെങ്കിൽ WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ ലോകവുമായി ഒരു പൊതുവായിട്ടുള്ള ട്രേഡ് എഗ്രിമെന്റിലൂടെ കച്ചവടം നടത്താം അല്ലെങ്കിൽ വ്യാപാരം നടത്താം എന്നുള്ള ഒരു പദ്ധതി മുന്നോട്ട് വെച്ചത് അമേരിക്ക തന്നെയാണ്. അതിനെ നമ്മളെല്ലാം ഒരു കാലത്ത് എതിർത്തതും കൂടിയാണ്. ആഗോളവൽക്കരണത്തിന്റെയും അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് എതിർത്ത പലരും നമ്മൾക്കിടയിലുണ്ട്. പക്ഷെ അതേ പദ്ധതി കൊണ്ട് ഗുണം ലഭിച്ച രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയ്ക്കും മേലെ ആധിപത്യം സ്ഥാപിക്കും വ്യാപാരത്തിൽ എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഇത്തരത്തിൽ നേരെ ഒരു ടേൺ എടുത്ത് ഒരു പുതിയ ലോകക്രമത്തിനെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകക്രമത്തെ, അമേരിക്ക സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകക്രമത്തെ ലോകം അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വളരെ മൾട്ടിപോളാർ ആയിട്ടുള്ള ഒരു ഏക ധ്രുവ ലോകത്തല്ല ജീവിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലുണ്ട്. ഒട്ടനവധി രാജ്യങ്ങൾ അമേരിക്കയെ പോലെ തന്നെ ശക്തരാണ് മറ്റു പല കാര്യങ്ങളിലും. അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക സൃഷ്ടിച്ചെടുത്ത ലോകക്രമത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു ലോകക്രമം രൂപപ്പെടുന്നുണ്ട് ലോകത്ത്. അതിന്റെ തുടക്കമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷെ അത് അത്ര ഈസി ആവണമെന്നില്ല. കാരണം ഈ പല രാജ്യങ്ങളും, നമ്മളിപ്പോൾ ഈ SCO മീറ്റിംഗിൽ കണ്ട പല രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ എന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ വളർന്നു വന്നവരല്ല. പ്രത്യേകിച്ചും ചൈനയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ഇപ്പൊ നോർത്ത് കൊറിയയിലാണെങ്കിലും ഇറാനിലാണെങ്കിലും ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനൊരു ജനാധിപത്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ള ഒരു വസ്തുത അവിടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് അമേരിക്കക്കെതിരെ ഇപ്പോൾ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മാത്രം സാധ്യത. അത് മാത്രമല്ല, ഇതിൽ എനിക്ക് ചേർത്ത് പറയാനുള്ള 1-2 കാര്യങ്ങൾ എന്നത്, ഇപ്പൊ ഒട്ടനവധി കൂട്ടായ്മകളുണ്ട്. ഇപ്പം ഈ SCO സമ്മിറ്റും അതുപോലെ തന്നെയാണ് ബ്രിക്സ് എന്നുള്ളതും. ഈ ബ്രിക്സിനകത്തുള്ള അംഗരാഷ്ട്രങ്ങളുടെ ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ, അതേപോലെ SCO അംഗരാഷ്ട്രങ്ങളുടെ സ്വഭാവം നോക്കി, ഇതിൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. അതായത് വളരെ മതഘടനയിൽ ഊന്നി നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ട്, ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളുണ്ട്. ഇത്തരത്തിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള സംഘടനകൾ, ബ്രിക്സും SCO ഒക്കെ മാറുന്നു എന്നുള്ളത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തന്നെ അമേരിക്കയുടെ ഒരു ലോക ധ്രുവം അല്ലെങ്കിൽ ഏകധ്രുവ ലോകം എന്നുള്ളൊരു സങ്കല്പത്തിന്റെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും വരും വർഷങ്ങളിൽ. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് ചേർത്ത് പറയാനുള്ളത്, ഇന്ത്യയും ചൈനയുമായി വളരെ ബേസിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. അത് ഒരു പരിധിവരെ ഇപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 5 വർഷത്തെ ഡെവലപ്മെന്റ് ഇടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുക. ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള പദ്ധതികൾ എന്നുള്ള, ഇപ്പം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് അതിന്റെ അതിർത്തി തന്നെയാണ്. ചൈന അതിന്റെ ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങൾ ഓൾമോസ്റ്റ് സോൾവ് ചെയ്തിട്ടുണ്ട്. റഷ്യയുമായി ഫോർ എക്സാമ്പിൾ
ഇന്ത്യയെക്കാൾ കൂടുതൽ ചതുർത്ഥിയുള്ള രാജ്യമാണ് റഷ്യക്കും ചൈനയ്ക്കും ഇടയ്ക്ക്. പക്ഷെ അത് 2008 സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ആക്ച്വൽ ലൈൻ ഓഫ് കൺട്രോളിലുള്ള ഈ അതിർത്തി പ്രശ്നം ഇന്ത്യക്കും ചൈനയ്ക്കും സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പദ്ധതികൾ വരും വർഷങ്ങളിൽ, അടുത്തൊരു മേ ബി ഒരു 10 വർഷത്തിലോ 15 വർഷത്തിലുള്ള ഒരു വിൻഡോ വെച്ച് നമ്മൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് മാത്രമല്ല ചൈനയ്ക്കും വലിയ ഗുണമുണ്ടാവുന്ന ഒരു കാര്യമാണ്. കാരണം ലോകത്തിലെ വൻ ശക്തികളായി മാറണമെങ്കിൽ നമുക്ക് യുദ്ധത്തിലോ അല്ലെങ്കിൽ ഒരു ബോർഡർ കോൺഫ്ലിക്റ്റിലോ കുടുങ്ങി കിടന്നുകൊണ്ട് ഇന്ത്യക്ക് ലോകത്തിലെ മൂന്നാമത്തെയോ നാലാമത്തെയോ വലിയ സാമ്പത്തിക ശക്തിയായി മാറാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുതിയ മേഖലകൾ തേടേണ്ടതായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇന്ന് നമ്മൾ കണ്ടത്, അതായത് റഷ്യ, ചൈന, ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചെറിയ ഇതിന് ശ്രമിക്കുന്നത് വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും അങ്ങനെ പോസിറ്റീവ് ഘടകങ്ങളുണ്ട്. ഏറെ വെല്ലുവിളികൾ ഉള്ളതാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന സാഹചര്യം നമുക്ക് മുന്നിൽ ഉള്ളപ്പോൾ തന്നെ. ഞാൻ മറ്റ് അതിഥികളിലേക്ക് തിരിച്ചെത്താം.